Praise the Lord. Greetings in the name of our Lord and Savior Jesus Christ. I just want to thank God and Lord and Savior Jesus Christ, for giving me this opportunity to preach some portion and some learnings to you guys. And thank you, Achin, for giving me this opportunity. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഓർമ്മ വന്നത് പ്രസംഗമാണ്. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഞാൻ 2-3 ദിവസത്തിൻ്റെ ഒരു കാര്യത്തിൽ ബാംഗ്ലൂരിൽ പോയായിരുന്നു. അന്നേരമുള്ള ആ സന്തോഷം ആഘോഷത്തിൽ ഈ കാര്യമേ ഇന്ന് ഓർമ്മ വന്നത് ഇന്ന് ജസ്റ്റ് സന്ധ്യപ്രാർത്ഥനയുടെ ജസ്റ്റ് തീം ചെക്ക് ചെയ്തപ്പോൾ ഓർമ്മ എന്നായത് ഇന്ന് എൻ്റെ പ്രസംഗമാണ്. അപ്പം ഉച്ചയ്ക്കുള്ള പഠിത്തത്തിൻ്റെ അനുസരിച്ചുള്ള കുറേ പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പോലും റായന് പോലും അറിയത്തില്ലായിരുന്നു, മമ്മിക്ക് പോലും അറിയത്തില്ലായിരുന്നു. ഇന്ന് അവരിപ്പോഴാണ് അറിയുന്നത്. ആൻഡ് so thank you for giving me this opportunity, and let's start with the portion. Innathe meditation let's turn to gospel according to Saint John chapter 2 verses 17 to 22. Evangelion ayittu vayichulla ida, appam I'm not repeating those portions. Before we start, let's look to the Lord in prayer. Thank you, Lord, for giving this time, Lord. Thank you for adding one more day in our lives, Lord. Thank you, Lord, for keeping us blessed and help us to learn from your word, Lord. Thank you, Lord. We pray for Achan as well. We pray for Acham as well. Thank you for the leadership, Lord, towards Sandhya Prarthana, Lord. Thank you, Lord, for everyone who have gathered here, Lord. We pray for those who couldn't be here, Lord. Be with each one of us, Lord. In Jesus' name I pray. Amen. പിന്നെ ശരിക്കും പറഞ്ഞപ്പോൾ വേറെ കാര്യം, ഇന്ന് ഞാൻ വീക്ക് ഡേ ആയിട്ടുള്ള എടുത്ത കാര്യം ആരും വരത്തില്ലെന്ന് ഓർമ്മയില്ല. ഞാൻ ഈ വീക്ക് ഡേയുള്ള പ്രസംഗം എടുത്തത്. പക്ഷേ സാറ്റർഡേനേക്കാൾ കൂടുതൽ കോൺഗ്രേഷൻ എനിക്ക് തോന്നുന്നു ഇന്നാ കിട്ടിയത്. ഇന്ന് 50-60 ഉണ്ട്. ഞാൻ കൗണ്ട് ചെയ്യുമായിരുന്നു അവിടെ ഇരുന്ന് ഇത്ര പേരുണ്ട്. അപ്പം എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ മതി, ഇപ്പൊ ഒന്നും പറയണ്ട. Okay, so I'll start with the portion. So before we start, I just want to, in the theme of church, the body of Christ. Another theme. So before we get into the verse, if you know that one of the famous artists, that is Michelangelo. Okay, Michelangelo എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ക്രിസ്ത്യൻ ആയിട്ടുള്ള ഡ്രോയിങ്സുകളാണ്. അപ്പം അന്നത്തെ ഒരു ഡ്രോയിങ്സ് വരച്ചു കഴിഞ്ഞപ്പം അയാൾ പറഞ്ഞൊരു കോട്ടാണ്. സോ ഐ സോ ദ ഏഞ്ചൽ ഇൻ ദ മാർബിൾ ആൻഡ് ഐ കാർവ്ഡ് വിത്ത് അൺടിൽ ഐ സെറ്റ് ഹിം ഫ്രീ. എന്നാൽ ഇതിനർത്ഥം വെച്ചാൽ ഒരു സ്കൾപ്ചർ വരച്ചപ്പം അന്നത്തെ ഡ്രോയിങ്ങിന്റെ ഇടയ്ക്ക് വെച്ച് കുറെ കല്ലുകൾ, മാർബിളുകളും ഉണ്ടായിരുന്നു. അപ്പം മൈക്കലേഞ്ചലോ പറയാൻ ഉദ്ദേശിച്ച് കാരണം കല്ലിന്റെ പുറത്ത് ഒരു ഏഞ്ചൽ ആയിട്ടിരിക്കുന്നത്. അപ്പം ആൾക്കാർക്ക് അത് കാണാൻ ഉള്ള ബുദ്ധിമുട്ടായിട്ട് വാട്ട് ഹി ഡിഡ്, സോ മൈക്കലേഞ്ചലിന്റെ ഒരു ചിന്ത പറഞ്ഞാൽ ബ്യൂട്ടി വാസ് ഇൻസൈഡ്. നമ്മൾ പുറത്തുനിന്ന് ആളെ കാണുന്നതിനെ കുറിച്ചല്ല അകത്ത് കാണുന്നത്. സോ ദ ബ്യൂട്ടി വാസ് ഓൾറെഡി ഇൻസൈഡ് ബട്ട് ഇറ്റ് വാസ് ഹിഡൻ അണ്ടർസ്റ്റുഡ്. അപ്പം മൈക്കലേഞ്ചലോ എന്താ ചെയ്തത്, ആ കല്ലുകളെ എല്ലാം മാറ്റിയിട്ട് അവസാനമുള്ള സർട്ടൻ മെയിൻ ആയിട്ടുള്ള ഒരാളുടെ അതിൻ്റെ ഒരു കോമ്പസിഷൻ ആയിട്ട് വെച്ചത്, ഒരു മെയിൻ ഒരു ഫേസ് ആയിട്ട് വെച്ചത്. അപ്പോൾ കല്ലുകൾ മാറ്റിയപ്പോൾ ആളെ നല്ലോണം കാണാൻ. സോ ദിസ് വാസ് റിഗാർഡിങ് വൺ ഓഫ് ഡേവിഡ്സ് പെയിന്റിംഗ്. അപ്പം അതിനെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞു. സോ ദിസ് ഈസ് ഹൗ എക്സാക്ട്ലി ഗോഡ് വർക്ക്സ്. When Jesus entered the temple, he doesn't decorate it, he cleanses it. Okay, അപ്പം നമ്മൾ പള്ളിയുടെ അകത്ത് കയറുമ്പോൾ ഉള്ള ഡെക്കറേറ്റ് അല്ല, വിശുദ്ധീകരിക്കും. That's what this sentence is all about. And in this Lent, he is not looking at a building. ഈ പള്ളികളിലല്ല കാണുന്നത്, പക്ഷെ നമ്മുടെ ഹൃദയമാണ് കാണുന്നത്. Okay, so now we get into the points. So the first point which I have written down is Jesus sees beyond the surface. യേശു പുരം കാഴ്ചകളിൽ ആഴത്തിൽ കാണുന്നു. So അതിൻ്റെ ആൻസർ, if I deep down the topic, what it means that ഒരു ദേവാലയം കണ്ടാൽ ആക്റ്റീവും ആസ്
പെർസ്പെക്റ്റീവ്, കോംഗ്രിഗേഷന്റെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് the temple looks active and religious. ഓക്കെ, അപ്പം നമ്മൾ നോർമൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര ഓഫൻഡറിയ, ഭയങ്കര കോൺട്രിബ്യൂഷൻ എല്ലാ കാര്യത്തിലും. പക്ഷെ ഈ ബൈബിൾ പോർഷനിൽ ഗോഡ് ജീസസ് കണ്ടത് ഇസ് സംതിങ് എക്സ്ട്രോർഡിനറി. ആൻഡ് അത് ആയിട്ട് കണ്ടത് ആ രീതിയിലല്ല നമ്മൾ കാണുന്നത്. 3 പോയിന്റായിട്ടാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. വർഷിപ്പ് ഹാസ് ബിക്കം റൂട്ടീൻ. വർഷിപ്പ് ഹാസ് ബിക്കം റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ നമ്മൾ ന്യൂസുകളിൽ കാണും, യൂട്യൂബ് വീഡിയോസിൽ കാണും, 9 മണിക്ക് കുർബാനായിട്ട് 9 മണിക്ക് പോവുക, എന്തോ കാര്യത്തിനാന്ന് അറിയത്തില്ല, റൈറ്റ്? അപ്പം ഓഫീസിൽ പോകുന്നവരുടെ ടൈമിങ്സ് അനുസരിച്ച് നമ്മൾ ഈ റൂട്ടീനായിട്ടുള്ള എന്തും പോകുന്ന റൂട്ടീനായിട്ട് നമ്മൾ കാണും. വർഷിപ്പ് ഹാസ് ബിക്കം റൂട്ടീൻ. ठीक है. പിന്നെ വേറെ രണ്ടാമത്തെ പോയിന്റ് ആസ് ഡിവോഷൻ ഹാസ് ബിക്കം ഡിസ്ട്രാക്ഷൻ. ഇത് ഞാൻ പറയുന്ന പോയിന്റ്സ് അല്ല, ഇത് ദൈവം കണ്ട പോയിന്റ്സ് അല്ല, ദൈവം ഒബ്സർവ് ചെയ്ത ഒരു പോയിന്റ്സ്. ഡിവോഷൻ ഹാസ് ബിക്കം ഡിസ്ട്രാക്ഷൻസ്. അച്ഛൻ പ്രസംഗിക്കാൻ നേരത്ത് അവിടെ എന്തോ വീണ് കഴിഞ്ഞാൽ ആൾക്കാരാകുമ്പോൾ അന്നേരം നോക്കും, എന്തോ ഒരു കൊച്ചിവിടെ കളിക്കാൻ നേരത്തെ എല്ലാത്തിൻ്റെ ശ്രദ്ധ ഇങ്ങോട്ട് വരും, എന്തോ കാര്യമായാലും ആ ശ്രദ്ധ മാറിപ്പോകുന്ന ഡിസ്ട്രാക്ഷനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എനിവൺ പ്രീച്ചസ് അതിനുള്ള ഡിസ്ട്രാക്ഷൻ പോയിന്റ്സ് ആയിട്ട്. Then the third point is holiness has become convenience. Okay, ഒരു കൺവീനിയൻസ് ആയിട്ട് ഇത് കണ്ടിരിക്കുന്നത്. ठीक है, what looked right to people was not right before God. അപ്പം നമ്മൾ കാണുന്ന ഔട്ട്സൈഡ് വേൾഡ് കണ്ടനുസരിച്ചുള്ള ദൈവം കണ്ടത്. ഓക്കെ, സോ ഇഫ് ഐ എക്സ്പ്ലെയിൻ യു വിത്ത് എൻ എക്സാമ്പിൾ. ഒരു ആൾ എന്നും ചർച്ച് അറ്റൻഡ് ചെയ്യുന്നത്, റെഗുലർ പ്രേ ചെയ്യുന്നത്, എന്നും പള്ളി വരുന്നത്, പക്ഷേ നമ്മൾ ഒരാളെ കാണും, ഇയാൾ ഭയങ്കര ആക്റ്റീവാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തോ നടക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. സോ അതിനുള്ള കുറേ ദുഃഖങ്ങളും കുറേ സ്ട്രഗിൾസും മനസ്സിലിരുന്നിട്ട് അത് അവർക്കേ അറിയത്തുള്ളൂ, പക്ഷെ നമ്മൾ കാണുമ്പോൾ അറിയത്തില്ല, റൈറ്റ്? സോ ഔട്ട്വേർഡ്ലി ഫെയ്ത്ത്ഫുൾ, ഇൻവേർഡ്ലി ബ്രോക്കൻ. അകത്ത് പൊട്ടിയിരിക്കുന്നവരുടെ ചിന്ത. പക്ഷെ ഡ്യൂറിങ് ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറയുന്നത്, ദൈവം എന്നെ കാണിച്ചത് വാട്ട് ഈസ് റോങ് വിത്ത് ഇറ്റ് ആൻഡ് ഗോഡ് റിവീൽഡ്. പറയുന്നത് നോട്ട് ദർ ആക്ഷൻസ് ബട്ട് ത്രൂ ദർ ഹാർട്ട്. ഓക്കെ, ഗോഡ് ഈസ് നോട്ട് ഇംപ്രസ്ഡ്, ആക്ടിവിറ്റി ആയിട്ട് ഇംപ്രസ്ഡ് അല്ല, ബട്ട് ലുക്സ് അറ്റ് ദർ ഹാർട്ട്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഇസ് ക്ലെൻസിങ് ഇസ് ഫെയ്ത്ത്ഫുൾ ബട്ട് ഇറ്റ് ഹീൽസ്. ശുദ്ധീകരണം വേദന ഉണ്ടാകും, പക്ഷേ അത് നമ്മെ സുഖപ്പെടുത്തും. സോ ഇത് കാണുമ്പോൾ ജീസസ് ഫ്ലിപ്ഡ് ടേബിൾസ് ആൻഡ് ഡ്രോവ് തിങ്സ് ഔട്ട്. അത് പള്ളി കണ്ടപ്പോഴേ ഈ പോയിന്റിൽ നമ്മൾ പറയുന്നു, അറ്റ് 90th verse it's saying destroy this temple and I will raise it again in 3 days. അപ്പം ആ പോയിന്റ് വെച്ചാൽ ഞാൻ ഇത് പറയുന്നത്, അത് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, കാരണം ഇറ്റ് ഫീൽസ് അത് ഹാർഷായിട്ട് തോന്നും. ദൈവം പറയുന്നത് എന്നാൽ ഇത്രയും ഉണ്ടാക്കിയിട്ട് ദൈവം വീണ്ടും പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇറ്റ് ഫീൽസ് വെരി ദേഷ്യത്തിനുള്ള കാര്യം. ബട്ട് ജീസസിന്റെ പെർസ്പെക്റ്റീവ് വാസ് അത് ഇറ്റ് കെയിം ഫ്രം ലവ്. ദേഷ്യപ്പെടുത്തിട്ടല്ല, ലവ് ആയിട്ട് രീതിയിലാവാണ്. ബിക്കോസ് എനിത്തിങ് ദാറ്റ് ഡിസോണേഴ്സ് ഗോഡ് മസ്റ്റ് ബി റിമൂവ്. അപ്പൊ ആ സമയത്ത് ഗോഡിന് ഡിസോണർ ആയിട്ട് സംഭവമായിട്ട് ജീസസ് അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഇഫ് യു കണക്ട് in a day-to-day basis, Lent connection thing we have, think about fasting. So sometimes എനിക്കറിയത്തില്ല മുസ്ലിമിന്റെ കമ്മ്യൂണിറ്റിയില്ല വേർ അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഫാസ്റ്റിംഗ് ആൻഡ് ആഫ്റ്റർ 6 o'clock they break their fast. അപ്പം അത് ചെയ്യുന്നത് അത് ചിലവർക്ക് ചെയ്യണ്ട, ചില സമയം ദേഷ്യം വരും, ഇതെന്താ ഫാസ്റ്റിംഗ്, ഇതൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ട്, റൈറ്റ്? സംടൈംസ് ഇറ്റ്സ് കംഫർട്ടബിൾ, അൺകംഫർട്ടബിൾ. പിന്നെ അതൊന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യും ആൻഡ് ഇറ്റ് എക്സ്പോസസ് എ വീക്ക്നെസ്. ഈ 50 ദിവസത്തിൽ ചിലവർ നോൺ വെജ് വരും, ചിലവർ അവരവരുടെ ഫേവറേറ്റ് തിങ്സ് വരും. അപ്പം ഈ 50 ദിവസം എന്തിനാ എത്ര ബുദ്ധിമുട്ട് വേണം, കറികൾ വെക്കാൻ ബുദ്ധിമുട്ടാണ്, ഇതുള്ള ചിന്തകളാ വരുന്നത്. പക്ഷെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശിക്ഷയല്ല, ഇറ്റ് ഇസ് പ്യൂരിഫിക്കേഷൻ, ശുദ്ധമാക്കാൻ. ദിസ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് ലൈക്ക് വൈ വി ആർ ഫാസ്റ്റിംഗ്. സോ ഗോഡ് റിമൂവ്സ് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ബോധങ്ങളും റിമൂവ് ചെയ്തിട്ട് ചെയ്യും. ഈവൻ ഇഫ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ ഗോഡ്, ഈസായിട്ട് കംഫർട്ടബിൾ ആയിട്ട് റിമൂവ് ചെയ്തത്. ഓക്കെ, ദ തേർഡ് പോയിന്റ് ഇസ് സറണ്ടർ ബിഫോർ റിസറക്ഷൻ. പുനരുത്ഥാനത്തിന് മുമ്പ് സമർപ്പണം ആവശ്യമാണ്.
Okay, like Jesus said, ഇത് ടെമ്പിൾ ഡിസ്ട്രോയ് ചെയ്യുന്നത് ആൻഡ് ഐ വിൽ റേസ് ഇറ്റ് അഗൈൻ ഇൻ 3 days. ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്തിനെ പൊളിക്കുന്നത്, പക്ഷെ അതിനുള്ള ബിഹൈൻഡ് ദ സീൻസ് എന്തുവാന്ന് അറിയുന്നില്ല. ബട്ട് ഹി വാസ് സ്പീക്കിംഗ് ലെജിറ്റ് അബൌട്ട് ഹിസ് ഡെത്ത് ആൻഡ് ഹിസ് റിസറക്ഷൻ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് he was talking about. അത് മനസ്സിലായിരുന്നു, but people didn't know. People later realized. Okay, Lent is a journey towards a cross. Lent കുരിശിക്കുള്ള ഒരു യാത്രയാണ്. Right? Before resurrection there is surrender. Before new life there is dying to self. അപ്പം മലയാളത്തിൽ പറഞ്ഞാൽ പഴയ സ്വയം മരിക്കാത്ത പുതിയ ജീവിതമല്ല. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ സ്റ്റോറി വെച്ച് പറയുമ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്യാൻ നേരത്തുള്ള സീഡ് വരെ കുഴിക്കകത്ത് ഇട്ടിട്ട് അത് ഗ്രോ ആവട്ടെ. റൈറ്റ്? ഇറ്റ് ഷുഡ് ഗോ ഇൻസൈഡ് വാട്ടർ ചെയ്തിട്ട് അത് സീഡ് മഴിക്കാൻ നേരത്ത ഇറ്റ് ബിക്കംസ് എ ട്രീ. ചുമ്മാതെ ഇട്ട ട്രീ ആവട്ടെ, കുഴിക്കാൻ നേരത്ത ട്രീ. ഇഫ് ഇറ്റ് റിഫ്യൂസ് ചെയ്താൽ അത് സീഡ് തന്നെയാണ്. അത് സീഡിന് വെള്ളം നല്ലോണം ഒഴിച്ചില്ലെങ്കിൽ ഇതാവട്ടെ. റൈറ്റ്? സോ ഇഫ് വി ഡോണ്ട് സറണ്ടർ വി കനോട്ട് ബി ട്രാൻസ്ഫോം. നമ്മളെ ചെയ്തിട്ട് അതേ ദാറ്റ്സ് ദ റൂട്ടീൻ കോഴ്സ്. കുർബാനയുടെ മുമ്പ് നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്നുള്ള ഇതാ. ദാറ്റ്സ് ദ റീസൺ. ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാ ദാറ്റ് വി ഡു ദാറ്റ്. റൈറ്റ്? സോ this is the third point that I've discussed. The fourth point is about we are the temple. നമ്മൾ are temple. This is not the temple. We are the temple. So Jesus was not talking about a building. He was pointing out to something greater. To God. ദൈവം എന്ന് പറഞ്ഞാൽ പള്ളിയിലോ ഒരു ഷോപ്പിംഗ് മോളിലോ അവിടെ അല്ല വസിക്കുന്നത്, നമ്മളുടെ ഉള്ളിലാണ് വസിക്കുന്നത്. He dwells in people. So that means നമ്മുടെ ഹൃദയം ഒരു സാധാരണമായിട്ടുള്ള ഹൃദയമല്ല. It is filled with diamonds. It is filled with gold. Your life is not casual. ജീവിതം ഒരു casual രീതി അല്ല. We are the dwelling place of God. We are careful about how we keep a church building clean, respectful, holy. But sometimes നമ്മുടെ ഹൃദയം കുറിച്ച് തന്നെ we are careless about our own hearts. So നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അന്നേരമുള്ള ക്ലീനിങ്ങേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഉടുപ്പ് അവിടെ ആണെങ്കിൽ അവിടെ ഇരിക്കട്ടെ, അവിടെ ഇല്ല. ഒരു ഗസ്റ്റുകൾ വന്നാൽ ഉള്ള ഒരു ക്ലീനിങ്ങേ ഉള്ളൂ. ബട്ട് വി ഷുഡ് റിമൈൻഡ് ourselves that യേശു ക്രിസ്തു is the guest. we are honoring him. He is the guest. അപ്പോൾ every time this is what Lent is about, not just giving things up externally but preparing your heart internally. ദൈവത്തിന് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റും. And the fifth point is understanding comes later. മനസ്സിലാക്കാൻ പിന്നെ വരും. Okay, disciples did അന്നേരം മനസ്സിലായില്ല what Jesus was preaching. Not in that moment, not when he said it. It only made sense after resurrection. Okay, പക്ഷേ അന്നേരം ഡിസൈപ്പിൾസ് കണ്ടത് കുരിശ് ആസ് എൻ എൻഡിങ്, പക്ഷേ ദൈവം കണ്ടത് ഇറ്റ് ആസ് എ ബിഗിനിങ്. So what looked like loss was actually beginning, looked like silence was actually purpose. If daily life example എന്ന് പറയുമ്പോൾ ഒരു മൂവി, നമ്മൾ മൂവിക്കകത്ത് ഇടയ്ക്ക് വെച്ച് മൂവി സ്റ്റോപ്പ് ചെയ്ത് കണ്ടാൽ വിചാരിക്കും ഇതെന്തോ ശരിയായില്ല, ബിക്കോസ് വില്ലൻ ഇസ് വിന്നിങ്. ഓക്കെ, വില്ലൻ ഇസ് വിന്നിങ്. ബട്ട് ഇഫ് നമ്മൾ മൂവി ഫുൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ ഹീറോ ആണ് യഥാർത്ഥമുള്ള ഒരു വിജയം. Okay, so this is what is about hero struggling, falling apart, looks like defeat. പക്ഷേ അവസാനം വരെ നിൽക്കുമ്പോൾ every dots gets connected. That's our problem. And ദൈവത്തിന് നമ്മൾ ഹാഫ് വേയിലാണ് രീതി ജഡ്ജ് ചെയ്തത്. And Lent നമ്മുടെ സത്യപ്രാർത്ഥനയിൽ നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ ക്രോസ് വാസ് പെയിൻഫുൾ. കുരിശ് വേദനയെ എനിക്കുമായിരുന്നു. ഓക്കെ, ക്രോസ് വാസ് കൺഫ്യൂസിങ്. കുരിശ് ആശയക്കുഴപ്പനായിരുന്നു. ആൻഡ് ക്രോസ് ലുക്ക് ലൈക്ക് ഡിഫിറ്റ്. കുരിശ് ഒരു തോൽവിയായിട്ട് തോന്നിയിരുന്നു. ഇറ്റ് വാസ് നെവർ ദ എൻഡ് ദാറ്റ് ലെഡ് ടു റിസറക്ഷൻ. വാട്ട് ഫെൽറ്റ് ലൈക്ക് എൻഡിങ് മൈറ്റ് ജസ്റ്റ് ബി മിഡിൽ ഓഫ് ഗോഡ്സ് സ്റ്റോറി ഇൻ ലൈഫ്. ഓക്കെ, അപ്പം അവസാനം അപ്പോൾ ജീസസ് ഇസ് ജസ്റ്റ് നോട്ട് എൻറ്ററിങ് എ ബിൽഡിംഗ്, അവൻ നിന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്നു. ആൻഡ് ഐ വോണ്ട് ടു ആസ്ക് യു 3 questions. ദാറ്റ് ഇസ്, ക്യാൻ ഐ ക്ലെൻസ് യു? എനിക്ക് നിന്നെ ശുദ്ധീകരിക്കാൻ അനുവാദമുണ്ടോ? ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഇസ്, ക്യാൻ ഐ റിമൂവ് വാട്ട് ഡസൻറ്റ് ബിലോങ്? നിനക്കുള്ളിൽ യോഗി കാണുന്നത് ഞാൻ നീക്കട്ടെ.
And the third point is, can I rebuild you? നിന്നെ ഞാൻ വീണ്ടും പുനർനിർമ്മിക്കട്ടെ. This is the three questions. And as I conclude, and I will revise on the 5 points that we learned. God removes before He rebuilds. And not everything in your life is sinful, but not everything belongs. നിന്റെ ജീവിതത്തിലെ എല്ലാം പാവമല്ല, പക്ഷേ എല്ലാം അവിടെ ഉണ്ടായിരിക്കുന്നതുമല്ല. Okay? And third point is, before resurrection there must be surrender. പുനരുത്ഥാനത്തിന് മുൻപേ സമർപ്പണം വേണം. The fourth point is, ദൈവം നിന്റെ ശീലങ്ങൾ മാത്രമല്ല വേണ്ടത്, അവൻ നിന്റെ ഹൃദയം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. And the last point, don't just attend church this night, become the temple of God. Okay? ഈ രണ്ടിൽ ചർച്ചിൽ പോകുന്നതല്ല മാത്രം, ദൈവത്തിന്റെ ആലയമായി മാറുക എന്നുള്ളത്. So with these points I would like to conclude my short devotion.